മലയാളികളുടെ പ്രവാസ ജീവിതം കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ, അതായത് കോവിഡിന് ശേഷം, മലയാളികൾ കൂടുതലായി പോകുന്ന സ്ഥലമായി യൂറോപ്യൻ രാജ്യങ്ങൾ മാറുകയായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം വിദേശ വിസ ഏജൻസികളുടെ വ്യാപക പ്രചാരണവും കോവിഡ് മൂലം കേരളത്തിൽ തൊഴിൽ പ്രതിസന്ധി വ്യാപിച്ചതുമാണ്. കോവിഡിന് ശേഷമുള്ള ഒഴുക്കിന് ഇപ്പോൾ കുറവുണ്ടായെങ്കിലും അന്ന് പോയവരിലേറെയും വിദേശ രാജ്യങ്ങൾ അത്ര സുഖകരമായ ജീവിതമല്ല നയിക്കുന്നെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് UK-യിൽ കോവിഡിന് ശേഷം കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് നേഴ്സുമാരാണ് UK-യിലേക്ക് പോയത്. അതെല്ലാം കൂടാതെ ജോലിക്കായി ലക്ഷങ്ങൾ ഏജന്റുമാർക്ക് നൽകിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ അങ്ങനെയും പോവുകയായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പോയവരിലേറെയും തിരിച്ചു വരാൻ പോലും നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണെന്നാണ് BBC റിപ്പോർട്ട് പറയുന്നത്. UK-യിലും പിന്നീട് കേരളത്തിലും എത്തിയാണ് BBC ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പലരും സുഹൃത്തുക്കളോടും കൊള്ളപ്പലിശക്കാരോടും കടം വാങ്ങിയ പണമാണ് വിസ ലഭിക്കുന്നതിന് ഇടനിലക്കാർക്ക് നൽകിയത്. 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് ഇടനിലക്കാർ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. ഒരുപാട് പേർ ഇത്തരത്തിൽ UK-യിലെത്തി കഷ്ടപ്പാടിലാണെന്നാണ് BBC റിപ്പോർട്ടിൽ പറയുന്നത്. കെയർ ഹോമുകളിൽ ആവശ്യത്തിലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് പലരെയും UK-യിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ജീവിത ചെലവുകൾക്ക് പോലുമുള്ള വരുമാനം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ UK-യിൽ എത്തിയവരിൽ മികച്ച സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കുന്നവരുമുണ്ട്. കടുത്ത നികുതിയും കുത്തനെ ഉയർന്ന വാടകയും പലരുടെയും കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നുണ്ട്. മലയാളികൾ പണം നൽകിയാണ് UK വിസ സ്വന്തമാക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സർക്കാരിലേക്ക് എത്തുന്നതിലൂടെ ശക്തമായ UK വിസ നിയമങ്ങൾ കടുപ്പിക്കുമെന്നതാണ് ഇതിന്റെ അനന്തരഫലം. ഇതിനൊപ്പം UK-യിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിലാവുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. തമിഴ്നാട് സ്വദേശിയാണ് റിമാൻഡിലായിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരി മാർത്താണ്ഡത്തെ സതീഷിനെ കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇയാൾ 2 വർഷം മുൻപാണ് UK-യിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് സുനിൽകുമാറിൽ നിന്ന് സതീഷ് 2 ലക്ഷം രൂപ വാങ്ങിയത്. എന്നാൽ വിസ നൽകുകയോ പണം തിരികെ നൽകുകയോ ചെയ്തില്ല. തുടർന്ന് സുനിൽകുമാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. മറ്റൊരു വിസ തട്ടിപ്പ് കേസിൽ കോഴിക്കോട് ജയിലിലായിരുന്ന സതീഷിനെ കോടതിയുടെ അനുമതിയോടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. UK വിസ തട്ടിപ്പുകളും അമിതമായി പണം ഏജൻസികൾ ഈടാക്കുന്നതുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി UK-യിൽ പോവുക വളരെ കഷ്ടമുള്ളതായിരിക്കും.